അച്ഛനെ കൊണ്ടുവരുമ്പോൾ തന്നെ അച്ഛൻ്റെ 2 കാലിലും നല്ല മുറിവുണ്ടായിരുന്നു. 2-3 അടിയോടുകൂടെ എൻ്റെ ഒരുവിധം ബോധമൊക്കെ നഷ്ടപ്പെടുന്ന വിധത്തിലായി. 1:30 മുതൽ 4 മണി വരെ ആയിരുന്നു ഈ പീഡനം ഞങ്ങൾ സഹിക്കേണ്ടി വന്നത്. ആ സിലുവിനച്ച ജീവിച്ചിരിപ്പുണ്ടല്ലേ, ദൈവത്തിന് സ്തോത്രം എന്ന് അച്ഛൻ പറഞ്ഞു. രാത്രി 11:30 പട്ടീനെ അഴിച്ചതിന് ശേഷം ഞാൻ മുറിയിൽ കിടക്കാൻ പോയി ഉറങ്ങി. ഒരു 1:15 ആയതോടുകൂടെ 1 മണി 1:15 ഇന്ന് 23-ാം തീയതി അതിരാവിലെ 1:15 പട്ടികളുടെ ശബ്ദം കേട്ടു, കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റു. ഒരു മുണ്ട് മാത്രമായിരുന്നു ഞാൻ ഉടുത്തിരുന്നത്. വേഗം ഒരു ബനിയനിട്ട് വാതിൽ തുറന്ന് ഞാൻ പുറത്തു വന്നു. അതിനുശേഷം മെയിൻ വാതിലിൻ്റെ അടുത്ത്, മുൻവശത്തെ വാതിലിൻ്റെ അടുത്ത് ഗ്രില്ലുണ്ടായിരുന്നു. ഗ്രില്ലിന് ശേഷമാണ് വാതിൽ തുറക്കുന്നത്. ഗ്രില്ല് തുറന്നതിന് ശേഷം ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി ആരെങ്കിലും പുറത്തുണ്ടോ എന്ന്. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല, ആരും കണ്ടില്ല. അപ്പോൾ പട്ടി കുരക്കുന്നത് ഞാൻ കണ്ടു. വേഗം വാതിൽ തുറന്ന് എന്തുകൊണ്ടാണ് പട്ടി കുരക്കുന്നത് എന്ന് നോക്കി ഞാൻ ചെന്നു. കാരണം സാധാരണയായിട്ട് പാമ്പിനെ കണ്ടാലോ കാട്ടുപൂച്ചയെ കണ്ടാലോ പട്ടി കടന്ന് വളരെയധികം ഇങ്ങനെ കുരയ്ക്കുമായിരുന്നു. ഞാൻ അത് ഉദ്ദേശിച്ചാണ് പുറത്തുനിന്ന് ഇറങ്ങിയത്. പക്ഷേ കുറച്ചങ്ങോട്ട് നടന്ന് പട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ നേരത്ത് പുറകിൽ നിന്ന് 2 പേര് വന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുഖത്ത് 3-4 ഇടി ഇടിച്ചു. പിന്നെ വടി കൊണ്ടടിച്ചു, കമ്പി വടി കൊണ്ടടിച്ചു. പലതും തടുത്തു. എങ്കിലും വലത് ഷോൾഡറിലുള്ള ഒരു കമ്പി വടി കൊണ്ടുള്ള ഒരു അടി കൊണ്ടിട്ട് ഞാൻ ആകെ ബാലൻസ് തെറ്റി. മുട്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ബാലൻസ് തെറ്റി മുന്നോട്ട് വീണു. 2 കൈയും അവർ ലോക്ക് ചെയ്തു, പുറകിലേക്ക് ലോക്ക് ചെയ്തു. കമ്പി പാര വെച്ച് കഴുത്തിൽ വെച്ചിട്ട് അവർ പറഞ്ഞു, ഒച്ചുണ്ടാക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് എവിടെ വെച്ചിരിക്കുന്നത് അത് കാണിച്ചു തരിക, അതിനുശേഷം ഞങ്ങൾ വിട്ടയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ചു, എൻ്റെ മുറിയിലേക്ക് ആനയിച്ചു. പക്ഷെ അപ്പോഴേക്കും പുറകുവശത്ത് നിന്ന് 3-4 പേര് ഗ്രില്ലെല്ലാം തകർത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവർ നേരെ ലീനസ് അച്ഛൻ്റെ മുറിയിലോട്ടും പോയി, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ മുറിയിലോട്ടും പോയി അവരെയും ബന്ധിതരാക്കിയിട്ട് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവന്നു. എൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ എൻ്റെ പുറകുവശത്തായിട്ട് വടി കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ അടിയൊന്നും കാര്യമാക്കിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഈ ലീനസ് അച്ഛനെയും ഈ സ്ത്രീയെയും സംരക്ഷിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. എൻ്റെ മുറി കൊണ്ട് ഇരുത്തിയതിന് ശേഷം ആ സമയത്തായിരുന്നു ലീനസ് അച്ഛനെ വായിൽ തുണി വലിച്ചു കെട്ടിയിട്ട് കൈകൾ 2ഉം പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ട് മുറിയിലോട്ട് കൊണ്ടുവരുന്നത്. അച്ഛനെ കൊണ്ടുവരുമ്പോൾ തന്നെ അച്ഛൻ്റെ 2 കാലിലും നല്ല മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ കട്ടിലിൻ്റെ ഏതോ ഭാഗം കൊണ്ടിട്ട് അച്ഛൻ്റെ ആ മുട്ടിൻ്റെ മുകളിൽ നിന്നും തുടയിൽ നിന്നും തൊലിയധികം പോവുകയും വളരെയധികം രക്തവർണ്ണമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ദുഃഖിതനായി. എനിക്ക് കരച്ചിൽ വരികയായിരുന്നു. കാരണം എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന ചിന്തയായിരുന്നു. ആ സ്ത്രീയെയും എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന കട്ടിലിനടുത്ത് ഇരുത്തി. പിന്നെ അച്ഛനെ ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആ ടേബിളിനോട് ചേർന്നുള്ള കസേരയിൽ ഇരുത്തി. അതിനുശേഷം അവരെൻ്റെ വായ നല്ലവണ്ണം വലിച്ചു കെട്ടി ഈ അച്ഛൻ്റെ കഴുത്തിലേക്ക് അവർ കത്തിവെച്ചതിന് ശേഷം അടിക്കാൻ പോകുന്നത് പോലെ കാണിച്ചപ്പോൾ ഞാൻ അവരുടെ കാലിലേക്ക് പെട്ടെന്ന് തന്നെ മുട്ടുകുത്തി വീണിട്ട് അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം 90 വയസ്സുള്ള അച്ഛനാണ്. അച്ഛന് പിന്നെ അവസ്ഥ ഒക്കെ ഉള്ളതാണ്. അത്രയും പ്രായമുള്ള ഒരു അച്ഛനെ മർദ്ദിക്കുക എന്നുള്ളത് അത് ശരിയല്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ, അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അതിനുശേഷം അവരെൻ്റെ കൈ 2ഉം പുറയിലേക്ക് വലിച്ച് നല്ലോണം കെട്ടിയതിന് ശേഷം കാലും കെട്ടിയിട്ട് കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞു. അവരുടെ മുൻപിൽ എൻ്റെ മുറിയിൽ തന്നെ കമിഴ്ന്ന് കിടത്തിയതിന് ശേഷം ഒരാൾ എൻ്റെ തലഭാഗത്ത് നിന്ന് ഷോൾഡർ അമർത്തി പിടിച്ചു, മറ്റൊരാൾ കാല് അമർത്തി പിടിച്ചു. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന 7ഓളം വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. അവർ കൂടെ ഉണ്ടായിരുന്ന ഒരു 6 അടിയോളം പൊക്കമുള്ള 6 അടി മേലുണ്ട്, നല്ല ശക്തിയുള്ള ഒരു വ്യക്തി. അയാളൊരു സാൽവർ സൂട്ടാണ് ധരിച്ചിരുന്നത്. ഒരു പെണ്ണിൻ്റെ ഒരു മഞ്ഞ ചുരിദാർ ധരിച്ചിരുന്ന ആ വ്യക്തി മങ്കി ക്യാപ്പ്, എല്ലാവരും മങ്കി ക്യാപ്പും മാസ്കും ഗ്ലൗസും പിന്നെ സോക്സും ധരിച്ചവരായിരുന്നു. അവരുടെ കയ്യിലുള്ള 2 കൈ കൊണ്ട് ചേർന്ന് പിടിക്കുന്ന വടിയെടുത്ത് എൻ്റെ പിൻഭാഗത്ത് മർദ്ദിക്കുകയായിരുന്നു. ആദ്യത്തെ മർദ്ദനത്തിൽ തന്നെ എൻ്റെ തല മുതൽ പെരുവിരൽ വരെ മരവിച്ചു പോയി. അത്രമാത്രം ആഞ്ഞാണ് അവരടിച്ചത്. 2-3 അടിയോടുകൂടെ എൻ്റെ ഒരുവിധം ബോധമൊക്കെ നഷ്ടപ്പെടുന്ന വിധത്തിലായി. അതിനുശേഷം വീണ്ടും അവർ മർദ്ദിച്ചു. ഓരോ മർദ്ദനം കഴിയുമ്പോഴും വായിൽ നിന്ന് കെട്ടഴിച്ചിട്ട് എവിടെയാണ് ക്യാഷ് വെച്ചിരിക്കുന്നത്, എവിടെയാണ് പൈസ വെച്ചിരിക്കുന്നത് പറയുക, ഇല്ലെങ്കിൽ വീണ്ടും മർദ്ദിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, അതുകൊണ്ട് ദയവായിട്ട് പറയുക. ഇതാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം
മാഫ് കീജിയെ ഫാദർജി, അവർ ഹിന്ദിയിലാണ് പറയുന്നത്. കാരണം ഞാൻ ഹിന്ദിയിൽ പറഞ്ഞതുകൊണ്ട് അവർ ഹിന്ദിയിൽ പറയുമായിരുന്നു. മാഫ് കീജിയെ ഫാദർജി, ആപ് കുച്ച് ബി ഹോ, ആപ് കുച്ച് ബി ഹോ, പൈസ കഹാ പർ രഖാ ഹെ ബോൾ ദീജിയെ നെയ്യേ തോ ആപ്കോ മാർ ഡാലേഗ. പൈസ എവിടെ വെച്ചിരിക്കുന്നത് കാണിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. പിന്നെ അവരെല്ലാവരും ഓരോരോ മുറിയിൽ കയറി എല്ലാം തകർത്ത്, തദേവൂസ് അച്ഛൻ്റെ മുറിയിൽ, തദേവൂസ് അച്ഛൻ ഹോളിഡേയ്സിൽ കേരളത്തിൽ ആയിരുന്നു, അച്ഛൻ്റെ മുറിയിൽ കയറി അതെല്ലാം തകർത്ത് അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്തു. പിന്നെ മറ്റുള്ള മുറികളിലും കയറി ഇറങ്ങി കിട്ടാവുന്ന എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ചു. കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള പിയാനോ അതെടുത്തു, പ്രിൻ്റർ എടുത്തു. അവർ ലാപ്ടോപ്പ് കൊണ്ടുപോയില്ല. ഞങ്ങളുടെ മൊബൈലെല്ലാം പിടിച്ചു വാങ്ങിയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി എന്ന് വിചാരിച്ചുവെങ്കിലും അതെല്ലാം അവർ ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പോലീസ് വന്നപ്പോഴാണ് മൊബൈലൊക്കെ അത് സീസ് ചെയ്തിട്ട് ഞങ്ങൾക്കത് തിരിച്ചു തരികയുണ്ടായത്. പിന്നീട് എല്ലാവരും കൂടെ തകർത്ത് എല്ലാം വളരെയധികം എല്ലാ ഓഫീസ് ഫയലുകളും ബുക്കുകളും ഞങ്ങൾ ലൈബ്രറി, പിന്നെ ഞങ്ങളുടെ കിച്ചണിലെ വസ്തുക്കൾ, ഫ്രിഡ്ജിലെ വസ്തുക്കൾ, അച്ഛൻ വച്ചിരുന്ന ബാഗുകൾ എല്ലാം തന്നെ വലിച്ചു കീറി താഴെയിട്ടതിന് ശേഷമാണ് അവർ പുറത്തേക്ക് പോയത്. പോകുന്ന സമയത്ത് ലീനസ് അച്ഛനെ വീണ്ടും ലീനസ് അച്ഛൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് പുറത്തു നിന്ന് പൂട്ടി. അച്ഛൻ്റെ കൈയും വായും അതേപോലെ തന്നെ കെട്ടിയതിന് ശേഷം തന്നെയാണ് മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയത്. അതുപോലെ തന്നെ ആ സ്ത്രീയെയും പുറകിലേക്ക് കൈകൾ വലിച്ചു കെട്ടി മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടി. വീണ്ടും തിരിച്ച് എൻ്റെ മുറിയിലേക്ക് വന്ന് അവരൊരു പ്ലെയർ കൈൻ്റെ പേരിൽ വെച്ച് ഇനിയും പൈസയുണ്ടോ, ഇല്ലെങ്കിൽ കൈവിരൽ മുറിച്ച് കളയും, കൊന്നുകളയും എന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞിട്ട് 2-3 ചവിട്ടും അടിയൊക്കെ അതിന് ശേഷം വീണ്ടും മുറിയിലായിട്ട് പുറത്തു നിന്ന് കുറ്റിയിട്ട് പൂട്ടിയതിന് ശേഷം അവർ പോവുകയായിരുന്നു. അപ്പോൾ 1:30 മുതൽ അതിരാവിലെ 23-ാം തീയതി വെള്ളിയാഴ്ച 1:30 മുതൽ 4 മണി വരെ ആയിരുന്നു ഈ പീഡനം ഞങ്ങൾ സഹിക്കേണ്ടി വന്നത്. 4 മണി ആയപ്പോഴേക്കും പട്ടിയുടെ കൊര നിന്നപ്പോഴാണ് അവരെല്ലാവരും ഞങ്ങളെ വിട്ടു പോയി എന്ന ഒരു ബോധ്യം വന്നത്. ഞാൻ താഴെ കിടക്കുകയായിരുന്നു, അബോധാവസ്ഥയിലായിരുന്നു കുറച്ചൊക്കെ. എങ്കിലും ആ ശബ്ദമൊക്കെ നിന്നതിന് ശേഷം ബോധം വന്നു. ഞാൻ ഞരങ്ങി മുട്ടിന്മേൽ നിന്നു. കൈകൊണ്ട് പരമാവധി ശക്തിയാൽ കാലിലുള്ള കെട്ടഴിച്ചു. അതിനുശേഷം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അലമാരയുടെ മിററിലോട്ട് പോയി എങ്ങനെയാണ് ഈ കൈ കെട്ടിയിരിക്കുന്നത് നോക്കിയിട്ട് ആ കൈ കെട്ടഴിക്കാനായിട്ട് കട്ടിലിൻ്റെ സൈഡിലുള്ള ആംഗിളിൽ വെച്ച് അങ്ങാടും വലിച്ചും തിരിച്ചും ഒക്കെ പരിശ്രമിച്ചു. ഏതാണ്ട് ഒരു 1.25 മണിക്കൂറോളം, എന്നുവെച്ചാൽ 4 മണി മുതൽ 5:15 വരെ കെട്ടഴിക്കാനുള്ള പരിശ്രമമായിരുന്നു. ദൈവാഹിതം കൊണ്ട് കെട്ടഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കെട്ടഴിച്ചതിന് ശേഷം ഈ വായല കെട്ടഴിച്ചു. എൻ്റെ മുറിയുടെ ജനാല തുറന്നു. തൊട്ടടുത്ത് 300 മീറ്റർ അകലെയായിട്ട് ആളുകൾ നദിയിൽ കുളിക്കാൻ പോകുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ നോക്കിയിട്ട് ഒച്ചയെടുക്കാൻ തുടങ്ങി. ആ ഒച്ചയെടുക്കുന്ന സമയത്ത് അച്ഛൻ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ ശബ്ദം കേട്ടിട്ട് സിൽവിനച്ച ജീവിച്ചിരിപ്പുണ്ടല്ലേ, ദൈവത്തിന് സ്തോത്രം എന്ന് അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം അച്ഛനും സുഖമായിട്ടിരിക്കുന്നുവല്ലോ എന്ന്. അങ്ങനെ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ഒരു ടോർച്ച് അടിച്ചു, ശബ്ദമുയർത്തി വിളിച്ചു. അതിലെ പോയ ആളുകളെ വിളിച്ചു. അവരെല്ലാവരും വന്ന് ഞങ്ങളെ റിലീസ് ചെയ്യായിരുന്നു, മുറിയൊക്കെ തുറന്ന് വിടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത്, അച്ഛനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അച്ഛനാകെ ലീനസ് അച്ഛൻ ആകെ ഒരു തോർത്ത് വസ്ത്രം മാത്രമാണ് ഉടുത്തിരുന്നത്. ഒഡീഷ ആയതുകൊണ്ട് ക്ലൈമറ്റ് വളരെ ചൂടാണ് ഈ സമയത്ത്. അപ്പോൾ ഞാനും ഒരു മുണ്ട് മാത്രമാണ് ഉടുത്തിരുന്നത്. പക്ഷെ അച്ഛനെ ആ കെട്ടി പുറകിലേക്ക് കൈ കെട്ടി എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ യേശുവിനെ ചമ്മട്ടിയടിക്കാനായിട്ട് കൊണ്ടുപോയ ഒരു രംഗമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത്രമാത്രം ദയനീയമായിട്ടൊരവസ്ഥ, ദുഃഖം നൽകുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും പറയാതെ വയ്യ, അതെല്ലാം ദൈവത്തിന് വേണ്ടി ഞങ്ങൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞു. ദൈവം നൽകിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സഹിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഞങ്ങൾ കരുതുന്നു. മിഷൻ പ്രവർത്തനത്തിൽ ഒത്തിരി ഇടങ്ങളിൽ ഇതേപോലെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബിഷപ്പ് അന്ന് നിരഞ്ജൻ സ്വാൽ സിംഗ് ബിഷപ്പ് അന്ന് വൈകുന്നേരം വന്നപ്പോൾ ബിഷപ്പ് പറഞ്ഞത്, ഈ രൂപതയിൽ ഇപ്പോൾ 6ാമത്തെ സംഭവമാണിത്. പല വിധത്തിലുള്ള നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും FIR എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നീക്കവും നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട വിധത്തിൽ ഇത് ഈ കേസാക്കി നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഉന്നതങ്ങളിലേക്ക് നമ്മൾ കത്തുകൾ അയച്ചും അവരെ കണ്ടും കാര്യങ്ങളൊക്കെ
നമ്മൾ അവതരിപ്പിച്ച് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ സഹായം തേടുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കുകയുണ്ടായി. അതൊരു നല്ല വെള്ളിയാഴ്ചയായിട്ട് ദൈവം തന്നൊരു ദാനമാണ്. ഞങ്ങളുടെ മിഷന് വേണ്ടി നൽകിയ, ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് കരുതുന്നു. യേശുവിനെ പ്രതി സഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കുവാനും, യേശുവിനെ പ്രതി എല്ലാവർക്കും വേണ്ടി യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുവാനായിട്ട് എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസരം ആർക്കും ഉണ്ടാകാതിരിക്കുവാനും യേശുവിൻ്റെ സംരക്ഷണവും മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ എല്ലാവരും ഒരുമിച്ച് ഈ മിഷൻ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു ഹൃദയം എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാമാണ് കൊള്ളക്കാരായിക്കൊള്ളട്ടെ, മോഷണം നടത്തുന്നവരായിക്കൊള്ളട്ടെ, ഒരു നല്ല സമരിയാരക്കാരനെ പോലെ ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു. എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇനിയും അവർക്കൊരു മാനസാന്തരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊള്ളക്കാർക്കും ഈ മോഷ്ടാക്കൾക്കും ഈ കുറ്റം ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും, കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിയുന്ന എല്ലാവർക്കും ഒരു മാനസാന്തരം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.